ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഏത് പ്ലാന്റാണ് ഈ വലിയ കവറിലെന്ന് ഗസ് ചെയ്യാവോ? നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ, ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ ഒരു പ്ലാന്റ് കണ്ട വഴിയെ ഞാൻ ഉറപ്പിച്ചു കേട്ടോ, ഇത് ആളുടെ ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു. ആളുടെ പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഏതാന്ന് വല്ല മനസ്സിലായോ? ഈ അകത്തി കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നേ. പ്ലാന്റ് വേറെ ഒന്നല്ല, ആപ്പിൾ ചെറി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഞാനിത് കഴിച്ചിട്ടുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ കായ്പൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടെയൊക്കെ വളർന്നു കഴിയുമ്പോൾ ഏകദേശം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളൂ കേട്ടോ. പ്ലാന്റ് ഇങ്ങനെ കാണുമ്പോൾ വലിയ ഇലയൊന്നുമില്ല, കരുത്തില്ലാതിരിക്കുന്നതാണെന്ന് തോന്നും. പക്ഷേ ഇതിങ്ങനെ കവറിൽ ഇരുന്ന് അങ്ങനെ ഇങ്ങോട്ടായി പോയതാട്ടോ. കാരണം മണ്ണിലേക്ക് മാറ്റി നടേണ്ട ടൈം വല്ലാണ്ട് കഴിഞ്ഞു പോയൊരു പ്ലാന്റ് തന്നെയാണ്. അതിൽ മൊത്തം കാണുന്ന റൂട്ടാണ്, വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഇലയൊക്കെ വരുന്ന ആപ്പിൾ ചെറി. ആരുടെയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതിൽ ഞാൻ കഴിച്ചതിനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സ്യൂഡോമോണസും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കിട്ടിയ ഒരു പത്തൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ് ഇതിലേക്ക് കുറച്ചധികം നേരം ഒന്ന് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. കാരണം 3-ാം ദിവസമാണ് പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇവിടെ DTDCയുടെ വണ്ടി വരാൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് ഫ്രൂട്ട് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആളുടെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് ഇറക്കിയ വെള്ളത്തിനകത്ത് പ്ലാന്റ് കുറച്ചധികം നേരം ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ പ്ലാന്റ് നടുമ്പോഴത്തേക്ക് രാത്രിയാകും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ വെറും മണ്ണ് മാത്രം ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രോ ബാഗിൽ ഇരുന്നൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മണ്ണിലേക്ക് മാറ്റിടാം. ഇതാണ് ആളുടെ നമ്പർ കേട്ടോ, മുനീർ മേടയിൽ. ചേട്ടൻ്റെ ഇതാണ് പ്ലാന്റ് വാങ്ങിയത്. നല്ല സേഫ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ. 3-ാം ദിവസമായിട്ട് എൻ്റെ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം.